വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് അൽസ ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അൽസ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ വെക്കണം. അൽസ വാഷ് ചെയ്തിട്ട് നന്നായി രാത്രി അവിടെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ രാവിലത്തേക്ക് അത് നല്ല കുതിർന്ന് വരും. ആ വെള്ളത്തോടെ തന്നെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കണ്ടോ, ഇതാണ് ഗോതമ്പ്. ഇതിനൊരു ഗോതമ്പ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഗോതമ്പ് വാങ്ങിയിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് ഒരു 2-3 കഷ്ണം മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്താലും മതി. 2-3 കഷ്ണം ചിക്കനെ കുറച്ച് നെയ്യ് കൊടുക്കാനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം. ഇത് ലോക്ക് ചെയ്യാൻ മുമ്പ് ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ തീരെ പുറത്തേക്ക് വരില്ല. ഇത് വെക്കുമ്പോൾ കുക്കറിൽ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. ഏത് കുക്കറിലാണെങ്കിലും ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ട ഇതേപോലത്തെ ഇതിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുക്കർ ഇങ്ങനെ തിളച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളൂല. ഇത് ലോക്ക് ചെയ്യാം. ഇത് നന്നായി വെന്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുക. വേവട്ടെ. നമ്മൾ അൽസ ഗോതമ്പ് വെന്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂടി ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്താൽ മൂടിയുമ്പോഴൊന്നും അങ്ങനെ തിളച്ച് തോന്നില്ല. പാത്രം അതിൽ നിന്ന് മാറ്റിക്കളയാം. പാത്രം ഉണ്ടോ, ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു നന്നായി മാഷ് ചെയ്തെടുത്താൽ ഒരു മാഷർ വെച്ചിട്ട് നന്നായി മാഷ് ചെയ്തെടുക്കുക. അതേമാതിരി നന്നായി മാഷ് ചെയ്താൽ നല്ല മിക്സിയിലിട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. നന്നായി ഒന്ന് മാഷ് ചെയ്താൽ മതി. എന്നിട്ട് തേങ്ങാപ്പാലെല്ലാം എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് നന്നായി മാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൽസൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ചില അൽസ ഗോതമ്പം എത്ര വേവിച്ചാലും ചിലപ്പോൾ വേവില്ല. കുക്കറിലിട്ടിട്ട് അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കാണ്ട് പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാലാണ്. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് ചൂടാവുകയുള്ളൂ. എന്നിട്ട് ഇതിനെ നല്ല പശു നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വിളമ്പാം. ഇതാദ്യം കുറച്ച് സമയം ഒന്ന് അടുപ്പിച്ച് ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് കുറുകി വരും. അത് സാരമില്ല, അത് കുറച്ച് കുറുക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അൽസ ഇവിടെ തയ്യാറാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി അടിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾ കുറച്ച് ചില ഗോതമ്പ് വേവില്ല, വെന്താലും അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കുന്നതാണ് കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും.
ഇതിങ്ങനെ വിളമ്പുമ്പോൾ കുറച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് വെക്കുക. അതേമാതിരി കുറച്ച് ഉള്ളി പൊരിച്ച് വെച്ച് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് പശു നെയ്യ്, കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഇതെല്ലാം ഇട്ടിട്ട് അരിസ വിളമ്പിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടെ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.